പ്രിയേ പ്രാണനെ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. പ്രകാശ് എന്ന മനുഷ്യൻ എന്ത് കണ്ടിട്ട് നിങ്ങളെപ്പോലുള്ള ഹൃദയശൂന്യതയുള്ളവരെ മകളിലേക്ക് ചേർത്ത് വെക്കാൻ ആഗ്രഹിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നുറപ്പാ, അവനെടുത്ത ഏറ്റവും മോശമായി പോയ തീരുമാനങ്ങളിൽ ഒന്നാ നീയും നിന്റെ മകനും. ബാലൻ മാഷ് പറയുമ്പോഴും സോമദാസിനും മകനും ശരിയാണ്. നിനക്കൊന്നും പറയാനില്ലേ നീ? സന്ദീപ് വീണ്ടും സഞ്ജുവിനെ നോക്കി ചോദിച്ചു. ഉണ്ട്, എനിക്കൊരുപാട് പറയാനുണ്ട്. പക്ഷേ സഞ്ജു നന്ദുവിനെ നോക്കി. നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ ഭാഗ്യക്കേടിന് ഇനി സഞ്ജയ് ബാലകൃഷ്ണന്റെ എക്കാലത്തെയും ഭാഗ്യമാക്കി തീർക്കാൻ എനിക്കത്ര കൊതിയുണ്ടെന്നോ? മനസ്സുകൊണ്ട് അവൻ അവരെ നോക്കി. ഇനിയെങ്കിലും ഒന്ന് തുറന്നു പറയടാ സഞ്ജയ് ബാലകൃഷ്ണ, നിനക്ക് അവളെ വേണമെന്ന്. ഈ ലോകത്തിൽ ഒന്നിനു വേണ്ടി അവളെ വിട്ടുകൊടുക്കാൻ നിനക്ക് വയ്യെന്ന്. അത്രമാത്രം നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. സഞ്ജുവിന്റെ തോളിൽ തട്ടിക്കൊണ്ട് സന്ദീപ് പറയുമ്പോൾ അവരെല്ലാം തരിച്ചു പോയിരുന്നു. പ്രകാശ് എന്ന എൻ്റെ കൂട്ടുകാരനെ നിങ്ങളെങ്ങനെയാണ് അടയാളപ്പെടുത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാവുന്ന പ്രകാശിന്റെ ലോകം ഈ മകളാ. അവൾക്ക് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യാൻ കഴിയാത്ത അത്ര ഇഷ്ടമാ ആ അച്ഛനീ മകളോടുള്ളത്. അവരെല്ലാരെയും ഒന്ന് നോക്കിയിട്ട് സോമദാസ് പറയുമ്പോൾ ആദ്യമൊഴികെ ബാക്കി എല്ലാവരും പകച്ചുപോയിരുന്നു. തന്നിലേക്ക് ചേർന്നിട്ട് വിറക്കുന്നവളെ സഞ്ജു വീണ്ടും അടക്കി പിടിച്ചു. മകൾക്കൊരു ഇഷ്ടമുണ്ടെന്ന് അവനറിയാം. മറക്കാൻ എത്ര ശ്രമിച്ചിട്ട് ഇവൾക്കതിന് കഴിയില്ലെന്ന് അവനും മനസ്സിലായി. പക്ഷേ മകൾക്ക് വേണ്ടി സഞ്ജുവിന്റെ പുറകെ നടന്ന് കെഞ്ചാൻ അവനിൽ അച്ഛൻ്റെ അഭിമാനം അനുവദിച്ചില്ല. പകരം അവൻ കണ്ടുപിടിച്ച മാർഗമായിട്ടാ ഞാനും എൻ്റെ മകനും നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. നേർത്തൊരു ചിരിയോടെ അയാളത് പറയുമ്പോൾ അവരുടെ എല്ലാ മുഖത്ത് നിറഞ്ഞത് അവിശ്വാസമായിരുന്നു. സഞ്ജുവിന് അവളോട് ഇഷ്ടമാണെന്ന് അവനെ ഉറപ്പിച്ച് നന്ദുവിനെ കാണാതായ അന്നാണെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ പോലും തിരിച്ചറിയപ്പെടാതെ പോയ ഇഷ്ടത്തിനെ മകളിലേക്ക് എത്തിക്കാൻ എൻ്റെ മകൻ്റെ സഹായ പ്രകാശ് ആവശ്യപ്പെട്ടത്. സഞ്ജു വിറയലോടെ വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അയാളെ നോക്കി. മറ്റൊരാൾക്ക് സ്വന്തമാവാൻ പോവുകയാണ് നന്ദു എന്ന തിരിച്ചറിവ് അപ്പോഴെങ്കിലും സഞ്ജയ് സ്വയം തിരിച്ചറിയാൻ കഴിയുമെന്ന് പ്രകാശങ്ങൾ ഉറപ്പിച്ചിരുന്നു. പക്ഷെ അതിനിടയിൽ സംഭവിച്ച കാര്യങ്ങൾ അതൊരിക്കലും ആരും പ്രതീക്ഷിക്കുന്നതായിരുന്നില്ല. സഞ്ജീവ് മനോഹരമായൊരു ചിരിയോടെ അവരെല്ലാം നോക്കി. അപ്പോൾ മാത്രമാണ് അവരെല്ലാവരും ചിരിച്ചു കണ്ടത്. എന്നിട്ടും ഞാനും അച്ഛനും ഈ പ്ലാനുമായിട്ട് മുന്നോട്ട് പോയത് നന്ദു ലൈഫിൽ ഒറ്റപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയാ. ഈ അവസ്ഥയിൽ അവൾക്കൊരു താങ്ങാവാൻ സഞ്ജു മുന്നോട്ട് വരുമെന്ന് കരുതിയാ വെറുപ്പികളുടെ മാക്സിമം ഞങ്ങൾ ചെയ്തു. പക്ഷേ രണ്ടുപേരും ഉള്ളിൽ ഇഷ്ടോതുക്കി പിടിച്ചുകൊണ്ട് ത്യാഗം ചെയ്യാൻ നിൽക്കുമ്പോൾ ഇനി ഇതൊന്നും തുറന്നു പറയാതെ വയ്യല്ലോ. സന്ദീപ് വീണ്ടും അവരെല്ലാം നോക്കി. ഒടുവിൽ നന്ദുവിന് സ്വന്തമായി കിട്ടുന്ന സന്തോഷമാണോ, പ്രകാശ് എന്ന മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്ത സങ്കടമാണോ മുഖത്തുള്ള ഭാവം എന്നറിയാത്ത രീതിയിൽ നിൽക്കുന്ന സഞ്ജുവിന് നേരെയും അവനെ പറ്റിപ്പിടിച്ച ആ നെഞ്ചിലേക്ക് തന്റെ ഭാരം മുഴുവനും ചേർത്ത് നിൽക്കുന്ന നന്ദുവിലേക്കും അവന്റെ നോട്ടമെത്തി നിന്നു. ഇന്ന് ഈ നിമിഷം വരെയും തന്റെ ഒരു തുറന്നു പറച്ചിൽ ഞങ്ങൾ കൊതിച്ചിരുന്നു സഞ്ജു. പക്ഷെ അതുണ്ടായില്ല. ഇന്നലെ നിനക്ക് വേണ്ടി നിനക്ക് നിന്റെ പ്രാണനെ തിരികെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിന്റെ ചങ്ങാതി ആദിത്യ ഞങ്ങളെ കാണാൻ വരുന്നവരെയും ഇത് എനിക്കും എൻ്റെ മകന് മാത്രം അറിയാവുന്ന രഹസ്യമായിരുന്നു. ആദ്യം നോക്കി സോമദാസ് അത് പറയുമ്പോൾ സഞ്ജു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ചെറിയൊരു ചിരിയോടെ നെഞ്ചിൽ കൈകൾ കെട്ടി നിൽക്കുന്നവന്റെ കണ്ണിലും ആശ്വാസമാണ്. ഇതൊക്കെ എപ്പോൾ ചെയ്തു എന്നൊരു ഭാവത്തിൽ പ്രിയ നോക്കുന്ന കണ്ടപ്പോൾ മീശയൊന്ന് പിരിച്ചുകൊണ്ട് പുരികം പൊക്കി കാണിച്ചു. മനഃപൂർവ്വമായിരുന്നു മോളെ കാണാൻ വരാഞ്ഞത്, വിശേഷങ്ങൾ ചോദിക്കാഞ്ഞത്. അപ്പോഴെല്ലാം മനസ്സ് മുഴുവനും വേദനയായിരുന്നു. കാരണം എൻ്റെ ചങ്ങാതിയുടെ മകളെ സ്വന്തം മകളായിട്ട് കണ്ടിട്ട് തന്നെയാണ് ഞാൻ നിനക്ക് വേണ്ടി ഇതിനിറങ്ങി തിരിച്ചത്. പക്ഷേ പ്രകാശ് എന്ന അച്ഛൻ്റെ മകൾ തന്നെയാണ് നീയും. ജീവനോളം സ്നേഹിച്ചവനെ വിട്ടുകളയേണ്ടി വന്നാലും സ്വന്തം അച്ഛൻ്റെ വാക്കിന് നീ നൽകുന്ന വിലയുണ്ടല്ലോ, അതുമാത്രം മതി നിന്നെ അടയാളപ്പെടുത്താൻ. സഞ്ജുവിനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നവളുടെ തലയിൽ തലോടി സോമദാസ് അത് പറയുമ്പോൾ വീണു പോവാതിരിക്കാൻ സഞ്ജു അവളെ ഒന്നുകൂടി ചുറ്റിപ്പിടിച്ചു. പപ്പാ! പെട്ടെന്ന് അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അലറിക്കരയുന്ന നന്ദു. താഴേക്കിരിക്കാൻ തുനിഞ്ഞവളെ സഞ്ജു വീണ്ടും വാരിയെടുത്തു. അവൾക്കൊപ്പം അതേ വേദനയോടെ അവനും കരയുകയായിരുന്നു. ഒരു സൂചി വീണാൽ പോലും കേൾക്കാവുന്നത്രയും നിശബ്ദത. ആകെയുള്ള ശബ്ദം നന്ദുവിന്റെ നേരത്തെ തേങ്ങലാണ്. ലക്ഷ്മിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ അപ്പോഴും കരച്ചിലാണ്. അത്രയും വലിയൊരു സമ്മാനം തനിക്ക് ഒരുക്കി വെച്ചിട്ടും ആ സന്തോഷം നേരിൽ കാണാൻ നിൽക്കാതെ മരണത്തിനൊപ്പം ഇറങ്ങി നടന്ന അച്ഛൻ്റെയും അമ്മയുടെയും വിയോഗം ആ നിമിഷം അവൾ അത്രമാത്രം തകർത്ത് കളഞ്ഞിരുന്നു. സന്ദീപിനൊപ്പം ഒരു ജീവിതം, അത് വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലെന്നിരിക്കെ മരണത്തിലേക്ക് നടന്നെടുക്കാനുള്ള ഒരു മാർഗം മാത്രമായിരുന്നു തനിക്ക് ആ ബന്ധം. ഇത്രയും സ്വാർത്ഥരായ അച്ഛൻ്റെ സുഹൃത്തിനോടും മകനോടും താനും ആത്മാർത്ഥത കാണിക്കേണ്ടതില്ലെന്നൊരു തോന്നൽ തന്നിൽ ശക്തമായിരുന്നു. അവിടെയും പപ്പ തന്നെ തോൽപ്പിച്ചിരിക്കുന്നു. ഓർക്കുമ്പോൾ വീണ്ടും അവൾക്ക് കരച്ചിൽ വന്നു. തനിക്കിഷ്ടം എന്താണെന്നും തനിക്ക് വേണ്ടതെന്താണെന്നും തന്നേക്കാൾ നന്നായിട്ട് പപ്പയ്ക്ക് അറിയാമായിരുന്നു. എന്നിട്ടും പക്ഷേ തനിക്ക് ആ മനസ്സിലായില്ല. സന്ദീപിന് മുന്നിലൊരു പെണ്ണ് കാണലെന്ന പോലെ പോയി നിന്ന അന്നും തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പപ്പ പറഞ്ഞത്, എന്നെ നന്ദുവിന് ഇഷ്ടമില്ലാത്തൊന്നും ഇന്നോളം പപ്പ ചെയ്തിട്ടില്ല, ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ്. അതെ, നന്ദുവിൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്ടത്തിലേക്ക് പപ്പ തന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. സഞ്ജുവിനെ ഞാൻ സ്നേഹിക്കുന്നു പപ്പ എന്ന് ഒരിക്കലും ആ മുന്നിൽ പോയി നിന്ന് പറഞ്ഞിട്ടില്ല.
ഇങ്ങനെ ഒരു കല്യാണാലോചനയുടെ ശേഷം മാത്രം അങ്ങനെ പോയെന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതിനു മുന്നേ മാലയിട്ട് തിരികൊളുത്തി വെച്ച പ്രകാശിന്റെയും ഭാര്യയുടെയും നിറഞ്ഞ ചിരിയോടെയുള്ള ഫോട്ടോക്ക് നേരെ കൈകൂപ്പി നിൽക്കുന്നവന്റെ മനസ്സിലും ക്ഷമാപണമായിരുന്നു. ആ മകൾ അവഗണിച്ചപ്പോൾ വേദനിച്ച പ്രകാശിലെ അച്ഛൻ മനസ്സിനോട് എത്ര മാപ്പ് പറഞ്ഞിട്ടും അവനുള്ളിലെ കനൽ കെടാതെങ്ങനെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കാര്യങ്ങളെല്ലാം നമ്മൾ കൊതിച്ച പോലെ തന്നെ നടന്നല്ലോ. അത് കാണാൻ പ്രകാശ് ജീവനോടെ ബാക്കിയുണ്ടായില്ല എന്നൊരു വലിയൊരു സങ്കടം നമുക്ക് എല്ലാ ഉള്ളിലുണ്ട്. എന്നാലും അവൻ ആഗ്രഹിച്ച പോലെ അവൻ്റെ മകളോടുള്ള മനസ്സ് നിറഞ്ഞു കവിയുന്ന ഇഷ്ടത്തോടെ സഞ്ജയ് ബാലകൃഷ്ണൻ ഉള്ളപ്പോൾ ഇനി അവളെ കുറിച്ചോർത്തുകൊണ്ട് അവനും സങ്കടം ഉണ്ടാവില്ല. ദൈവത്തിനടുത്തിരുന്നുകൊണ്ട് അവനും സന്തോഷിക്കുകയാവും. സഞ്ജുവിനരികിൽ പോയി അവന്റെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് സോമദാസ് പ്രകാശിന്റെ ഫോട്ടോയിലേക്ക് നോക്കി പറയുമ്പോൾ അയാളുടെ കണ്ണുകളും ചുവന്ന് കലങ്ങിയിരുന്നു. സഞ്ജു അയാളെ നോക്കിയിട്ട് മുഖം കുനിച്ചു. നിനക്ക് അവന്റെ മകളെ ഇഷ്ടമാണെന്നതിൽ കവിഞ്ഞൊന്നും ആ അച്ഛൻ നിന്നെ അളന്നിട്ടില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. ആ വിശ്വാസം നീ തകർക്കരുത്. നന്ദുമോളുടെ കണ്ണുകൾ നീ കാരണം സന്തോഷം കൊണ്ടല്ലാതെ, പരിഭവം കൊണ്ടല്ലാതെ, ഞങ്ങൾക്കിടയിലെ കുഞ്ഞു പിണക്കങ്ങൾ കൊണ്ടല്ലാതെ ഇനി ഒരിക്കലും നിറയരുത്. ആ അച്ഛൻ്റെ വിശ്വാസത്തിന് നേരെ നീ ഹൃദയം തുറന്നു പിടിക്കണം. കാരണം സ്വന്തം മകളെ ഏൽപ്പിക്കാൻ പ്രിയപ്പെട്ട മനുഷ്യരുണ്ടായിട്ടും അവൻ നിന്നെ ആ തിരഞ്ഞെടുത്ത്. മകളോടുള്ള അതേ ഇഷ്ടം നിന്നോടും ഉണ്ടായിരിക്കാം അവൻ്റെ ആ തീരുമാനത്തിന് മുന്നിൽ. നന്ദനയുടെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നീ സംരക്ഷിച്ചുകൊള്ളുന്ന ഉറപ്പുണ്ടായിരിക്കും. സോമദാസ് അവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദുവിൻ്റെ അരികിലെത്തി. സോഫയിൽ ഇരുന്നുകൊണ്ട് ലക്ഷ്മിയുടെ തോളിലേക്ക് ചാഞ്ഞു കിടക്കുകയായിരുന്ന നന്ദുവിനരികിലേക്ക് സഞ്ജുവിനെയും പിടിച്ചുകൊണ്ടാണ് അയാൾ ഇരുന്നത്. സോമദാസ് അവിടെ ഇരുന്നതോടെ ലക്ഷ്മി എഴുന്നേറ്റു മാറി. നിന്നെ നീ അറിയാതെ മനസ്സിലാക്കിയ പപ്പയുള്ള സ്നേഹം കടപ്പാടും നീയും ചെയ്തു കഴിഞ്ഞു മോളെ. ഇനിയും കരയല്ലേ. ചിലപ്പോഴേക്കും വിധി എന്ന മൂന്നക്ഷരങ്ങളെ നമ്മളും ഭയക്കേണ്ട നിരവധി അവസരങ്ങൾ ഇനിയും ഉണ്ടായേക്കും. പതരാതെ ഇവൻ്റെ തണലിൽ നിനക്കത് അതിജീവിക്കാൻ കഴിയട്ടെ. നിനക്കതിന് കഴിയുന്നു. കാരണം ദൈവത്തിനടുത്തിരുന്നുകൊണ്ടും നിന്റെ പപ്പ ആവശ്യപ്പെടുന്ന അത്രയും നിനക്ക് വേണ്ടിയാവും. സോമദാസിന്റെ കൈകൾ അവളെയും വലയും തീർത്തിരുന്നു. സന്ദീപ്, അയാൾ വിളിക്കുമ്പോൾ സന്ദീപ് രജിസ്റ്റർ ബുക്ക് കൊണ്ട് അവരുടെ അരികിലെത്തി. നിവർത്തി പിടിച്ച ബുക്ക് മുന്നിലെ സ്റ്റൂളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നിറഞ്ഞ ചിരിയോടെ അവൻ അവരെ നോക്കി. എന്തായാലും നമ്മൾ ഇത്രയും വരെ എത്തിയില്ലേ, ഇനി രണ്ടുപേരെയും ചേർത്ത് വെച്ചിട്ട് പോവാല്ലേ? അവരോടെല്ലാമായിട്ടാണ് സോമദാസ് ആ ചോദ്യം ചോദിച്ച്. കല്യാണമായിട്ടൊന്നും ആരും കാണണ്ട. നന്ദുവിൻ്റെ അവസ്ഥ നിങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾക്കറിയാം. പിന്നെ ധൃതിയുണ്ടെന്ന് പറഞ്ഞ സത്യമായിരുന്നു. മത്സരയുഗത്തിൽ സാമാന്യം ഭേദപ്പെട്ടൊരു നിലയിൽ ബിസിനസ് കൊണ്ടുപോകുന്നവരാ ഞാനും എൻ്റെ മകനും. ഇപ്പം തന്നെ ഒരാഴ്ചയോളായിട്ട് അവിടെ നിന്ന് പോന്നിട്ട് ഇനി അത് നീട്ടിക്കൊണ്ടുപോയാൽ അറിയാലോ, നമ്മളൊന്ന് അലസത കാണിച്ചാൽ ആ സ്ഥാനം കൈയടക്കാൻ അവസരം കാത്തു നിൽക്കുന്നവരാ നമുക്ക് ചുറ്റും. സോമദാസ് ചിരിയോടെ പറഞ്ഞു. പക്ഷേ ഇവളെ ഇങ്ങനെ വിട്ടിട്ട് പോകാനും തോന്നിയില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ അഭ്യർത്ഥനകളെല്ലാം മനഃപൂർവ്വം അവഗണിച്ചത്. ഈ വേദനയിൽ നിന്ന് ഇവളെ രക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് സഞ്ജുവിനെ ഏൽപ്പിക്കണമെന്നായിരുന്നു ഉള്ളു മുഴുവൻ. അത് ഞാൻ പ്രകാശിനെടുത്ത വാക്കാ. അയാളുടെ കണ്ണുകൾ വീണ്ടും ആ ഫോട്ടോയിലേക്ക് നീണ്ടു. നന്ദുമോൾ ഓക്കെ ആയിട്ട് നമുക്കിവിടെ കല്യാണം ഗ്രാൻഡായിട്ട് രണ്ടൊപ്പിൽ വലിയൊരു ആഘോഷത്തെ ഒതുക്കിയിട്ടു എന്നൊരു തോന്നൽ ആർക്കും വേണ്ട, അങ്ങനെയല്ലേ? നേരത്തെ ശരിയോടെയുള്ള അയാളുടെ ചോദ്യം അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു അവരുടെ എല്ലാ മുഖത്ത് തെളിഞ്ഞു കണ്ട തിളക്കം. ഒപ്പിടുമോളെ. ആ സമ്മതറിഞ്ഞ പോലെ സോമദാസ് രജിസ്റ്റർ ബുക്ക് അവളുടെ മടിയിലേക്ക് എടുത്തു വെച്ച് കൊടുത്തിട്ട് പേനയും കയ്യിലെടുത്തു കൊടുത്തു. വിറയലോടെ പേന വാങ്ങിയിട്ട് അവിടെ എല്ലാവരെയും എന്ന് നോക്കി. ശേഷം ആ നോട്ടം സഞ്ജുവിൽ തങ്ങി. ആ കണ്ണിൽ അപ്പോൾ തിളങ്ങുന്നത് അവളെ ഏറെ കൊതിച്ച സ്നേഹമായിരുന്നു. അവനെയും നോക്കിയിട്ട് വീണ്ടും ആ രജിസ്റ്റർ ബുക്കിലേക്ക് കുനിയുമ്പോഴും കണ്ണുനീർ അടർന്ന് വീഴുന്നുണ്ട്. സഞ്ജു എഴുന്നേറ്റുകൊണ്ട് അവളുടെ അരികിലേക്ക് ഇരുന്ന് തോളിൽ ചുറ്റിപ്പിടിച്ചു. അവൾ ഒപ്പിട്ട് കഴിഞ്ഞ ശേഷം ആ പേന കൈനീട്ടി വാങ്ങുമ്പോഴും അവളെ ഏറെ മോഹിപ്പിച്ച ആ നോട്ടം അവനിലുണ്ടായിരുന്നു. നന്ദുവിനെ ചേർത്ത് പിടിച്ചിരുന്നുകൊണ്ട് തന്നെ അവൻ അവളെ സ്വന്തമാക്കി. ഇനി 2 സാക്ഷികൾ കൂടി ഒപ്പിട്ടോളൂ. രജിസ്ട്രാർ വിളിച്ചു പറയുമ്പോൾ അവിടെയുള്ളവരെല്ലാം അതിനുവേണ്ടി സജ്ജരായി. ഞാൻ ചെയ്യട്ടെ. എൻ്റെ ഒരു ആഗ്രഹമാണ്. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിക്ക് വേണ്ടി ഇനി ഇതല്ലേ എനിക്ക് ചെയ്യാനാവൂ? സോമദാസിന്റെ ചോദ്യം ആർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. സാക്ഷിയുടെ കോളത്തിൽ ഒപ്പിട്ട് നീ വരുമ്പോൾ അയാളുടെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. ഇനി ഒരാൾ കൂടി വേണം. എല്ലാവരുടെയും നോട്ടം ആദിയിലേക്കാണ് നീണ്ടത്. അജുവേട്ടൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞിരുന്നവനെ അജു തന്നെയാണ് നിർബന്ധിച്ച് സൈൻ ചെയ്യാൻ പറഞ്ഞയപ്പിച്ചത്. സന്തോഷമല്ല, ആകത്തളങ്ങളിൽ അലയടിക്കുന്നത് ഒരു ആശ്വാസത്തിന്റെ ഈണമാണ്. പ്രിയപ്പെട്ടവളുടെ വിയോഗം സൃഷ്ടിച്ച വിടവുകൾ അവിടെ വളരെ വ്യക്തമായി കാണാമായിരുന്നു. മകളുടെ വിവാഹം പ്രകാശങ്ങൾ ഇങ്ങനെയൊന്നാവില്ല പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അങ്കിൾ ആഗ്രഹിച്ച പോലെ തന്നെ നമുക്കത് ചെയ്യണം. പക്ഷെ ഇപ്പം അതിന് പറ്റിയൊരു സാഹചര്യമില്ലല്ലോ. തീർച്ചയായിട്ടും നമുക്കെല്ലാം സാവകാശം വേണം. സന്ദീപ് നേരത്തെ ഒരു ചിരിയോടെ അവരെ നോക്കി. ഇന്ന് ഈവനിങ് തന്നെ ഞങ്ങൾ തിരികെ പോകും. പക്ഷെ ആരെയും ഉപേക്ഷിച്ച് പോവുകയല്ല, തിരികെ വരും. അവിടെ നിന്ന് സെറ്റിൽ ചെയ്യാൻ ഞങ്ങളിപ്പോൾ പോകാതെ വയ്യ. എന്താവശ്യമുണ്ടെങ്കിലും അറിയിച്ചാൽ മതി. നന്ദന എനിക്ക് എൻ്റെ സിസ്റ്റർ തന്നെയാണ്. സന്ദീപ് അവളെ നോക്കി പറഞ്ഞു. അവൾ പക്ഷെ ആരെയും നോക്കുന്നില്ല, തലകുനിച്ചിരിപ്പാണ്. അപ്പോഴും സഞ്ജുവിൻ്റെ കൈകൾ അവൾക്കൊരു താങ്ങ് പോലെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്.
സദ്യയൊന്നുമില്ല, ചെറിയൊരു ചായ സൽക്കാരം. തൻ്റെ ഈ സൗഹൃദത്തെ എന്തിൻ്റെ പേരിൽ നീ നഷ്ടപ്പെടുത്തി കളയരുത് സഞ്ജു. നിനക്ക് വേണ്ടി അവൻ ഞങ്ങളോട് സംസാരിച്ച് മുഴുവൻ അവൻ്റെ ഹൃദയം കൊണ്ടാ. നിന്നിലുള്ള അതേ വേദന ഇവൻ്റെ കണ്ണിൽ ഞങ്ങൾ കണ്ടിരുന്നു. ഇന്നത്തെ കാലത്ത് ഇതെല്ലാം അത്ര ഈസിയല്ല കേട്ടോ. പോവാനിറങ്ങും മുന്നേ ആദിയെ ചേർത്തു പിടിച്ചുകൊണ്ട് സോമദാസ് പറഞ്ഞു കേട്ട് സഞ്ജു ആദിയെ ഒന്ന് നോക്കി. തറയുന്ന സഞ്ജുവിന്റെ ഓഫീസ് ടൈം കഴിയും മുന്നേ ഏറെ വേദനയോടെ വെപ്രാളത്തോടെ തനിക്ക് മുമ്പിൽ വന്നിട്ട് എന്റെ ചങ്ങാതിയുടെ പ്രാണൻ അവന് തിരികെ നൽകാൻ നിങ്ങൾക്ക് ഞാൻ എന്താണ് നൽകേണ്ടതെന്നുള്ള ചോദ്യമായി വന്ന ആദി ആ അച്ഛൻ്റെയും മകൻ്റെയും ഉള്ളിൽ നിറഞ്ഞു. ഞാനവൻ്റെ കൂട്ടുകാരനാ. അവൻ പെടയുന്ന കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് പറയാ, എനിക്കുള്ള സമ്പാദ്യം എല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാം. അത് പോരായെങ്കിൽ നിങ്ങൾ പറയുന്ന എത്രയോ അത് ഞാൻ നൽകാം. പകരം അവൻ്റെ സന്തോഷം ഞങ്ങൾക്ക് തിരികെത്താ. മനസ്സ് നീറി അവൻ ജീവിതം തീർക്കാൻ നിങ്ങളൊരു കാരണമാവരുത്. അപേക്ഷിക്കാൻ ഞാൻ, പ്ലീസ്. താഴാവുന്നതിന്റെ പരമാവധി അത് ചെയ്യുന്ന അവന്റെ ആത്മാർത്ഥതയെ പരീക്ഷിക്കാൻ വീണ്ടും പലതും പറഞ്ഞു, ഭീഷണിപ്പെടുത്തി. പക്ഷെ അല്പം പോലും പതറാതെ കൂട്ടുകാരന്റെ സന്തോഷവുമായിട്ടേ തിരികെ പോകുന്നൊരു വാശിക്കാരനായിരുന്നു അവൻ അപ്പോഴും. ഒടുവിൽ അവന് മുമ്പിൽ തോറ്റു. സന്തോഷത്തോടെ തന്നെ സത്യങ്ങൾ അവനോട് പറയുമ്പോൾ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിച്ചു, ഇതൊന്നും നാളെ വരെയും ആരെയും അറിയിക്കരുതെന്ന്. അതവൻ ഈ നിമിഷം വരെയും പാലിച്ചു. നന്ദിയോ സ്നേഹമോ കടപ്പാടോ ഒന്നും അറിയില്ല. ഒരു നോട്ടം കൊണ്ട് പോലും അവനിൽ അറിയാമെന്ന് ആർക്കും തോന്നാത്ത വിധം അവനത് ഭംഗിയായി ചെയ്തു. അതോടൊപ്പം തന്നെ സഞ്ജുവിന്റെ നിഴലായി ചേർന്ന് നിൽക്കാനും മറന്നില്ല. അങ്കിളെ, എനിക്കിതുപോലൊരു പ്രശ്നം വന്നാൽ അവനും ഇങ്ങനെയൊക്കെ ചെയ്യും. സത്യത്തിൽ ഹൃദയം കൊണ്ട് എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ച എന്നെ സഞ്ജുവാ. ഇവന് വേണ്ടി ഞാനും, എനിക്ക് വേണ്ടി ഇവന് എന്തും ചെയ്യും. നേർത്തൊരു ചിരിയോട് ആദ്യം പറയുമ്പോൾ ചങ്കുലയുന്നൊരു കരച്ചിലൊതുക്കി നിൽക്കുന്ന സഞ്ജുവിനെ അവരെല്ലാം നോക്കി നിന്നു. പ്രിയക്ക് ആദ്യം നോക്കുമ്പോൾ ഉള്ളിലെ പ്രണയം തുടിച്ചിട്ട് ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ്. സഞ്ജുവിനെ വേണ്ട വിധം ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ആദിയോട് മുന്നേ വഴക്ക് കൂടിയതൊക്കെ അവൾക്ക് ഓർമ്മ വന്നു. സങ്കടപ്പെടരുത് എന്നല്ല, സങ്കടപ്പെട്ട് മാത്രം ഇരിക്കരുത്. മുന്നോട്ട് ജീവിച്ചേ പറ്റൂ. നീ സന്തോഷമായിരിക്കണേ എന്ന് തന്നെയാവും നിന്റെ പപ്പയോ അമ്മയോ ആഗ്രഹിക്കുന്നത്. ഇത്രയും പേര് നിന്റെ കൂടെയുണ്ട്. നിന്നെ മാത്രം ഹൃദയത്തിൽ നിറച്ചു വെച്ച നിന്റെ ചെക്കനുണ്ട്. മോൾക്ക് നഷ്ടപ്പെട്ടിന് ഇതൊന്നും പകരാവില്ലെന്നറിയാം. പക്ഷേ മുന്നോട്ട് ജീവിക്കാൻ നിനക്കിതൊക്കെയും കാരണങ്ങളാ. സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. നന്ദുവിനെ ഹൃദ്യമായെന്ന് പുണർന്നുകൊണ്ടാണ് സോമദാസ് പറയുന്നത്. അവളൊന്നും മിണ്ടാതെ ഒന്ന് തലയാട്ടി കാണിച്ചു. പോയിട്ട് വരാം, മിടിക്കായിരിക്കും കേട്ടോ. സന്ദീപ് അവളുടെ കവിളിൽ തട്ടി യാത്ര ചോദിച്ചു. ഹൃദയഭേദകമായ നിമിഷങ്ങളിൽ നിന്നും പുനർജന്മം കിട്ടിയതുപോലൊരു ആശ്വാസത്തോടെയാണ് അവരെല്ലാ അച്ഛനെയും മകനെയും യാത്രയാക്കിയതും ആ അച്ഛനും മകനും അവരോട് യാത്ര പറഞ്ഞതും. മാളവിയെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് ഷമീർ അവിടെ വീട്ടിലേക്ക് പോകാനുറച്ച്. പക്ഷെ അപ്പോഴും ചെയ്യുന്നതിലെ പാകപ്പിഴ അവനെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. വേണമോ വേണ്ടയോ എന്നുള്ളത് അനേകം പ്രാവശ്യം ഉള്ളിലിട്ട് നീട്ടിയ ചോദ്യമാണ്. പക്ഷെ പോകാതെ വയ്യ എന്നുള്ളത് അവൻ്റെ അവസ്ഥയാണ്. ദോമോളുടെ പനിയെല്ലാം കുറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ ഫ്ലാറ്റിലെത്തി. പക്ഷെ പിന്നെ അവരുടെ കാര്യത്തിലെ പ്രതിസന്ധികൾ അതുപോലെ തന്നെ തുടർന്നു. മകളിനി ഏറ്റെടുക്കാൻ വയ്യെന്ന് അവളെ മുമ്പ് ആക്കിയിരുന്ന ഡേ കെയറിൽ നിന്ന് കർശനമായി പറഞ്ഞോടെ അവന് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഓഫീസിൽ നിന്ന് അധികം ലീവ് എടുക്കാനും മോളെ കൊണ്ട് അങ്ങോട്ട് പോകാനും കഴിയില്ല. 1-2 ഡേ കെയറുകൾ പിന്നെയുള്ള ഒരുപാട് ദൂരെയാണ്. എല്ലാം കൂടി അവൻ്റെ പിടിവിട്ട് പോകുന്ന പോലൊരവസ്ഥ. അപ്പോഴാണ് മാളവിക മുന്നേ പറഞ്ഞൊരു കാര്യം ഓർമ്മയിലേക്ക് വന്നു. അതിനെക്കുറിച്ചൊന്നും പറയാൻ അവൾ വിളിച്ചെങ്കിലും ഫോണിൽ കിട്ടിയില്ല. ഒടുവിൽ അവളുടെ വീടറിയാലോ. നേരിട്ട് പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കാലോ എന്നോർത്തുകൊണ്ടാണ് അവൻ ഇറങ്ങിയത്. അവിടെ കാത്തിരിക്കുന്നൊന്നും അറിയാതെ മകളെയും കൊണ്ട് ഷമീർ മാളവികയുടെ വീടിന് മുമ്പിൽ ചെന്നിറങ്ങി. എന്തിനു വിളിച്ചായിരുന്നു അമ്മ എന്ന് ചോദിച്ചാണ് നീതു അടുക്കളയിലേക്ക് വന്നു. ജയശ്രീക്കൊപ്പം ചാരുകൂടി അവളെ തിരിഞ്ഞു നോക്കി. അവിടെ എന്താ ഇപ്പോൾ വിശേഷം വിളിക്കാൻ മാത്രം? മുഖം ചുളിച്ചുകൊണ്ടുള്ള ജയശ്രീയുടെ ചോദ്യം കേട്ടതും നീതു അവരെയും സൂക്ഷിച്ചു നോക്കി. വിശേഷം ഉണ്ടാവണം മകൾക്കൊന്ന് വിളിക്കാൻ. ഇന്നലെ വിവാഹം കഴിഞ്ഞ് പോയതാണ്. ആ വീടും വീട്ടുകാരും അവൾക്ക് തീർത്തും അപരിചിതരാണ്. അതിൻ്റെതായ എല്ലാ ആശങ്കകളും ബുദ്ധിമുട്ടുകളും പേറിയാവും അവളവിടെ നിൽക്കുന്നത്. ആ സമയം മോളെ എന്നൊരു വിളി കേൾക്കാൻ, എന്തുകൊണ്ട് വിശേഷം, നീ അവിടെ ഓക്കെ അല്ലേ എന്നൊരു ചോദ്യം കേൾക്കാൻ, അതിനെല്ലാം എന്തുമാത്രം കൊതിയുണ്ടാവും. അതൊന്നും നമുക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ. അമ്മയും ഇതേ അവസ്ഥകളെ തരണം ചെയ്തിട്ട് തന്നെയാവില്ലേ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ ആ വിളി മറ്റാരും പറയാതെ ചെയ്യേണ്ടതല്ലേ. നീതുവിൻ്റെ മനസ്സിലെ ആശങ്കകൾ പെരുകി. ഇവരെന്താ ഇങ്ങനെയെന്ന് അവൾ ചിന്തിച്ച്. വിശേഷം വല്ലതും ഉണ്ടായിട്ട് വേണം അമ്മയെ അവൾക്കൊന്ന് വിളിക്കാൻ. ഇന്നലെ ഇവിടുന്ന് പോയവളല്ലേ, അവൾക്ക് അവിടെ എങ്ങനെയുണ്ടെന്ന് വിളിച്ചാൽ ചോദിക്കേണ്ട അമ്മയല്ലേ. ജയശ്രീക്ക് മനസ്സിലാവുന്ന പോലെ അത് പറഞ്ഞു കൊടുക്കുമ്പോഴും നീതു ആ ഭാവത്തിൽ നിന്ന് തന്നെ അവർ അളന്നിരുന്നു. ഓ, അതൊക്കെ ഇപ്പോൾ വിളിച്ചു ചോദിക്കേണ്ട കാര്യം എന്തുവാ? ആ വീട്ടിൽ എങ്ങനെയായിരുന്നാലും പിടിച്ചു നിൽക്കേണ്ട അവളുടെ ഉത്തരവാദിത്ത. അല്ല, അതിപ്പോൾ അവൾക്കറിയാം. ഞാൻ എൻ്റെ മക്കൾ അങ്ങനെയാ പറഞ്ഞു കൊടുത്ത് വളർത്തിയത്. ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ അവർക്കറിയാം. ലേശ അഹങ്കാരത്തോടെയാണ് ജയശ്രീ അത് പറഞ്ഞു. പക്ഷെ അത് കേട്ടതും ചാരുവിൻ്റെ മുഖമൊന്ന് പുച്ഛത്തോടെ കോടിപ്പോയതിലേക്കായിരുന്നു നീതുവിൻ്റെ ശ്രദ്ധയത്രയും. പിന്നെ മിനിറ്റിന് വിളിച്ചിട്ട് എൻ്റെ സ്നേഹപ്രകടനം നടത്തേണ്ട ഗതികേടൊന്നും സത്യത്തിൽ എനിക്കില്ല കേട്ടോ. എൻ്റെ സ്നേഹവും കരുതലും എൻ്റെ മക്കൾക്ക് നന്നായിട്ട് അറിയാം.
ജയശ്രീ കൂട്ടിച്ചേർത്ത് പറഞ്ഞ് തനിക്കുള്ളൊരു കൊട്ടാണെന്ന് മനസ്സിലായിട്ടും നീതുവിന്റെ ഭാവം പോലും മാറിയില്ല. ഇന്നലെ രാത്രിയിൽ ഒരു പ്രാവശ്യവും ഇന്നിപ്പോൾ ഇന്നേരത്തിനുള്ളിൽ 2 പ്രാവശ്യത്തോടെ വീട്ടിൽ നിന്നും തേടി വന്ന ഫോൺ വിളികൾ ജയശ്രീക്ക് അത്ര പിടിച്ചിട്ടില്ലെന്ന് നീതുവിന് മനസ്സിലായതാണ്. മക്കളൊരു അവസരം കിട്ടിയാൽ ഇത് തന്നെ പറയായിരിക്കും, അല്ലേ അമ്മേ? തിരിഞ്ഞടക്കുമ്പോൾ അവളുടെ ചോദ്യം കേട്ടതും ജയശ്രീ അവളെ തുറിച്ചു നോക്കി. നീതു തിരികെ ഹാളിലെത്തുമ്പോൾ രാധാകൃഷ്ണൻ ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് അവൾക്ക് നേരെ വരുന്നുണ്ട്. അവളെ കണ്ടത് ഹൃദ്യമായൊരു ചിരിയോടെ അയാൾ അവളുടെ അരികിലേക്കിരുന്നു. ഇന്ദുവാ മോളെ, വാത്സല്യത്തോടെ തന്നെ അയാൾ അവളോട് പറഞ്ഞു. നീതു ചിരിയോടെ തലയാട്ടി. മോൾക്ക് സംസാരിക്കണോ? ആ ചോദ്യം കേട്ടത് നീതുവിന് എന്തോ പോലെ തോന്നി. വേണമെന്ന് തലവിലുക്കിക്കൊണ്ട് അവൾ കൈ നീട്ടുമ്പോൾ, മോളെ ഞാൻ നീതു മോൾ കൊടുക്കാം കേട്ടോ എന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് ആ ഫോൺ അവിടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഇന്ദുവൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് തോന്നി. നീതു വളരെ സ്നേഹത്തോടെ എന്നാൽ വല്ലാതെ ഒലിപ്പിച്ച് ചളമാക്കാത്ത ഇന്ദുവിനോട് സംസാരിച്ചു. നീയോടെ ഓക്കെ അല്ലേ ഇന്ദു? എന്തുണ്ടെങ്കിലും പറയണേ എന്ന് നീതുവിന്റെ ഓർമ്മപ്പെടുത്തലിന് മുമ്പിൽ ഒരു നിമിഷം ഇന്ദു പകച്ചു നിന്നു പോയെന്ന് നീതുവിന് മനസ്സിലായി. കുഴപ്പമില്ല നീതു, ഞാൻ ഓക്കെയാ. നീ ചോദിച്ചല്ലോ, എനിക്കൊരുപാട് സന്തോഷമായിട്ടോ. അവിടെ ആ സന്തോഷം ആ ശബ്ദത്തിൽ നിന്ന് തന്നെ നീതുവിന് മനസ്സിലായിരുന്നു. പിന്നെയും കുറച്ച് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവൾ ആ ഫോൺ രാധാകൃഷ്ണന്റെ കയ്യിൽ തന്നെ തിരികെ ഏൽപ്പിച്ചു. ചിരിയോടെ അയാളെ നോക്കിയിട്ട് അവൾ മുറിയിലേക്ക് പോകുമ്പോൾ അയാൾക്ക് അവളോട് ഒരുപാട് സ്നേഹം തോന്നി. മുറിയിലേക്ക് ചെല്ലുമ്പോൾ രാജീവ് ഫോണിൽ എന്തോ നോക്കിയിരിക്കുന്നു. നീതു അവൻ അരികിലേക്കിരുന്നു. എന്താണ് ഇത്രയും കാര്യമായിട്ട് ആലോചിച്ച് കൂട്ടുന്നതിന്റെ പ്രിയതമേ? അവളെ കണ്ടത് ഫോൺ മാറ്റി വെച്ചിട്ട് നീതുവിന്റെ ഇരിപ്പ് ശ്രദ്ധിച്ചുകൊണ്ട് രാജീവ് ഒരു ചിരിയോടെ ചോദിച്ചു. ഒന്നുമില്ല രാജീവ്. നീതു അവനെ നോക്കി ചിരിയോടെ തന്നെ പറഞ്ഞു. അത് വെറുതെ പോയ പോലെയല്ലല്ലോ ഈ മുഖം. അവൻ അവളെ കൈനീട്ടി തന്നിലേക്ക് വലിച്ചേർത്തുകൊണ്ട് ചോദിച്ചു. അമ്മ വല്ലതും പറഞ്ഞോ? രാജീവിന് അതായിരുന്നു ഭയം. കാരണം കല്യാണ ഡ്രസ്സ് അവൾ മാറ്റിയത് അമ്മയോട് പറഞ്ഞില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ അമ്മയൊരു ഉപദേശ പത്രിക തന്നിരുന്നു. അമ്മ എന്ത് പറയാൻ? നീതു മുഖം ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. അതല്ല നീതു, അമ്മയൊരു പ്രത്യേക സ്വഭാവക്കാരിയാ. ദേഷ്യം വന്ന പിന്നെ കണ്ണു കാണില്ല. എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് യാതൊരു ഊഹം ഉണ്ടാവില്ല. പക്ഷെ സ്നേഹമില്ലായിട്ടൊന്നല്ല കേട്ടോ. ഞങ്ങളെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ജീവനാ. സ്നേഹം കൂടുതൽ കൊണ്ടുള്ള അസുഖല്ലേ, അതാണ് അമ്മയ്ക്ക്. രാജീവ് നയത്തിൽ നീതുവിനൊരു സൂചന കൊടുത്തു. ആ അത് കൊള്ളാം, എനിക്കൊരു കമ്പനി ആയല്ലോ. ഇതേ അസുഖം എനിക്കുള്ളതാ. ഇനിയിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് രാജീവ് അമ്മ ഈ പ്രശ്നം ഉണ്ടാക്കിയല്ലോ. താങ്ക്സ് ഗോഡ്. രാജീവിനെ നോക്കി നീതു പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. എന്തു പറ്റി? വിളറി വെളുത്തുപോയ അവൻ്റെ മുഖം കണ്ട് നീതു ചോദിച്ചു. ഏയ്, ഇവിടെ ഒരു യുദ്ധഭൂമി ആവുമെന്ന് ഓർത്തുപോയതാ ഞാൻ. പാതി കളിയായും പാതി കാര്യമായി രാജീവ് പറയുമ്പോൾ നീതു ചിരിയോടെ അവനെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. രാജീവ് എന്തുവിനെ വിളിച്ചായിരുന്നോ? ഇല്ലെന്ന് ഉറപ്പുണ്ടായിട്ട് നീതു അവനോട് ചോദിച്ചു. ഏയ് ഇല്ല, അവൾക്കെന്ത് പറ്റി? അവൻ അവളിലേക്ക് അലിഞ്ഞു ചേരാനുള്ള വ്യഗ്രതയോടെയാണെന്ന് ചോദിച്ചു. അവൾക്കൊന്നുമില്ല, എന്നാലും വിളിക്കേണ്ടല്ലേ രാജീവ്? അവളുടെ ഏട്ടനല്ലേ നിങ്ങൾ? അവളത് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? നീതു തൻ്റെ കഴുത്തിലേക്ക് കഴിയുന്ന അവൻ്റെ മുഖം പിടിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. വിളിക്കാൻ നീതു, ഇപ്പൊ നീങ്ങുക. ഒട്ടും താല്പര്യമില്ലാതെയാണ് അവൻ ആ പറയുന്നത്. അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ആരാ? അകത്തുനിന്ന് ഇറങ്ങി വന്ന അനൂപായിരുന്നു. ഷമീർ ദുവാമോളെ എടുത്തുകൊണ്ട് തന്നെ അവനെ നോക്കി. കലങ്ങി ചുവന്ന് കിടക്കുന്ന അവന്റെ കണ്ണുകളിലെ രൂപവും വല്ലാത്തൊരു നോട്ടവും ഷമീറിന്റെ മുഖം ചുളിഞ്ഞു. മാളവികയില്ലേ? ഷമീർ ചിരിയോടെ തന്നെയാണ് ചോദിച്ചത്. അനൂപിന്റെ കണ്ണുകൾ പിടച്ചു, മുഖം കൂടുതൽ വലിഞ്ഞു മുറുകി. അവളെങ്ങനെയാണോ നീ അറിയുന്നത്? ചോദ്യത്തിനൊപ്പം അവന്റെ നോട്ടം ഷമീറിന് നേരെ നീണ്ടു. അതൊക്കെ ഞാൻ പറയാം, ആദ്യം നിങ്ങൾ അവളെ നിന്ന് വിളിക്കും. ഷമീർ അസഹിഷ്ണുതയോടെ അനൂപിനെ നോക്കി. ഓഹോ, അപ്പൊ മോൻ അവളായിട്ടുള്ള ഇടപാടണമെന്നല്ലേ? ഒരു വഷളം ചിരിയോടെ അനൂപ് താടിയൊഴിഞ്ഞു. മനസ്സിലായില്ല? ഷമീറിന്റെ മുഖം കടുത്തു. പക്ഷേ എനിക്കെല്ലാം മനസ്സിലായടോ. ഊതി കയറിയാവും വീട് വരെ എത്തി. കൊള്ളാം, ഇനി ഈ ബിസിനസ് പൊളിക്കും. അല്ലെങ്കിലും അവൾമാർക്ക് അറിയാവുന്ന പണിയല്ലേ ചെയ്യാൻ പറ്റൂ. പണിക്കെന്നും പറഞ്ഞ് ഒരുങ്ങി കെട്ടിപ്പോയെന്ന് തന്നെ ഞാൻ കരുതിയതാ. ഏതിങ്ങനെ വരുമെന്നുള്ളത്. എന്തായാലും അവൾ ആള് കൊള്ളാം. ഒറ്റ ദിവസം കൊണ്ട് ആള് പുറകെ അന്വേഷിച്ചു വന്നല്ലോ. അനൂപ് ഉറക്കെ തന്നെയാണ് പറയുന്നത്. ദോമോള് ഭയന്നുകൊണ്ട് ഷമീറിന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. കാര്യം അറിയാതെ അനാവശ്യം പറയാനുണ്ടല്ലോ. മോളെ അടക്കി പിടിച്ച് ദേഷ്യം കൊണ്ട് ചുവന്ന കൊടുത്ത മുഖത്തോടെ ഷമീർ അനൂപിന് നേരെ വിരൽ ചൂണ്ടി. നീ എന്ത് ചെയ്യടാ? എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് നീ വീമ്പ് പറയുന്നോ? അനൂപ് ഷമീറിനെ നെഞ്ചിൽ തള്ളി. മോളെ അടക്കി പിടിച്ചുടനെ ഷമീർ പിന്നിലേക്ക് നീങ്ങി. നിങ്ങൾ മാളവിയെ വിളിക്ക്, എനിക്ക് സംസാരിക്കണം അവളോടാ. ഷമീർ വീണ്ടും ആത്മനിയന്ത്രണത്തോടെ അനൂപിനെ നേരെ നോക്കി പറഞ്ഞു. അവളെ തന്നെ വിളിക്കാം. അല്ലെങ്കിലും നീ ഉദ്ദേശിച്ചു വന്ന കാര്യം ചെയ്താൽ എനിക്ക് കഴിയില്ലല്ലോ. അപ്പോഴേക്കകത്തുനിന്ന് അവരുടെ സംസാരം കേട്ട് സൂചി ഇറങ്ങി വന്നിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.